Hi friends, welcome back. OPPO Reno8 Pro എന്ന ഫോണിന്റെ 4K വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ഇതിന്റെ ക്യാമറ നമുക്ക് തരും. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് ഓക്കെയാണോ? ഒപ്പം തന്നെ 90 FPS BGMI കളിക്കാനും ഈ ഫോണിൽ പറ്റും. സോ കിടലിന് ഒരു പെർഫോമൻസും എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക്. സോ അപ്പോൾ നമുക്ക് ഈ രണ്ട് ബോക്സുകളും ഓപ്പൺ ചെയ്ത് Reno8 Pro ഈ രണ്ടിൻ്റെയും ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. അതേപോലെ തന്നെ OPPO Engo X2 എന്ന ഈ ഒരു ഇയർബഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും പരിശോധിക്കാം. ഇത് മൂന്നും ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതായത് നമ്മൾ യൂസ് ചെയ്തു, ഇത് നേരത്തെ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള കാര്യം നേരത്തെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്തതിൽ നിന്നുള്ള നമുക്കൊരു പ്രോസ് ആൻഡ് കോൺസ് പോലെ ഇതിന്റെ ഗുണങ്ങളും പോരായ്മകളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു പ്രക്രിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. സോ അപ്പോൾ ഈ കാണുന്നതാണ് Reno8 Pro എന്ന ഫോണിന്റെ ബോക്സ്. ആദ്യം അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ Reno8 Pro എന്ന ഫോൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാമറ മോഡ്യൂളിൻ്റെ അവിടെ മുളച്ചു നിൽക്കുന്ന ക്യാമറ ലെൻസുകളൊന്നുമില്ല. ഒറ്റ ഗ്ലാസ്, അതിനൊരു ചെറിയ കർവൊക്കെ കൊടുത്ത് ക്യാമറ മോഡ്യൂളിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. LED ലൈറ്റ് നിങ്ങൾക്ക് കാണാം, ഒരു സർക്കിൾ ഷേപ്പിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 7.34 mm ആണ്. വെയിറ്റ് ഒരു 183 ഗ്രാമൊക്കെ വരുന്നുള്ളൂ. കംഫർട്ടബിൾ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. തിക്നെസ് ഒക്കെ കമ്പാരിസൺ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു പെൻസിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ അതിന്റെ അത്രയും വരുന്നില്ല. അത്രയും സ്ലിം ആയ ഒരു ഫോൺ തന്നെയാണ്. സോ കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബോക്സിൽ വേറെ എന്താണെന്ന് നോക്കാം. കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും വരുന്നു. ഒരു സിം ടൂൾ വരുന്നുണ്ട്. ചാർജർ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. Type-C കേബിൾ ഇരിക്കുന്നുണ്ട്. ഒരു കേസും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയുമാണ് ഈ ബോക്സിൽ വരുന്നത്. 8ലും ഇതൊക്കെ തന്നെയുള്ളൂ. സോ അതുകൊണ്ട് അതിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. Reno8 ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ കാണാം. ഇതാണ് Reno8. ഓക്കെ, കാണാൻ ഏകദേശം Reno8 Proയുടെ പോലെ തന്നെയുണ്ട്. ബട്ട് ഇത് ഇത്തിരിയും കൂടിയും റഫായ ഒരു മാറ്റ് ഫിനിഷ് പോലെയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് രണ്ടും സൈഡ് ബൈ സൈഡ്. ഇത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമാകുന്നത് നിങ്ങൾ നോക്കുക. രണ്ടും കൊള്ളാം. വളരെ കംഫർട്ടബിൾ ആയ രണ്ട് നല്ല ഫോണുകൾ തന്നെയാണ്. ഡിസൈൻ വൈസ് പ്രത്യേകിച്ച് പാകപ്പിഴയൊന്നും പറയാൻ തോന്നുന്നില്ല. വളരെ നന്നായിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ യൂസ് ചെയ്തപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ രണ്ടും ഓപ്പൺ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 8 Proയെ മുൻനിർത്തി ഞാൻ കാര്യങ്ങൾ പറയാം. ഇതിൽ നിന്നും 8ലേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് ഓരോ സെക്ഷനിലും ഞാൻ പറഞ്ഞു പോകാം. Reno8 Proയുടെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. താഴെ ഡുവൽ നാനോ സിം സ്ലോട്ട് വരുന്നുണ്ട്. മെയിൻ മൈക്രോഫോൺ, Type-C പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണുകൾ, ടോപ്പ് സൈഡിൽ ഒരു സ്പീക്കർ ഗ്രില്ലും അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. റിയർ സൈഡിൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും കാണാം. ഫ്രണ്ടിൽ 6.7 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ, സെൻട്രൽ അലൈൻഡ് ആയ പഞ്ച് ഹോൾ ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നു. സോ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഒരു കുഴപ്പവും കാണാനില്ല. 3.5mm ജാക്കും മെമ്മറി കാർഡുള്ള ഓപ്ഷനും ഈ ഫോണിൽ വരുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് ഓർത്ത് വെക്കാം. Reno8ലേക്ക് വരുമ്പോഴും ഏറെക്കുറെ ഇത് തന്നെയാണ് ഡിസൈൻ. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ആകെ ടോപ്പ് സൈഡിൽ കാണുന്ന ആ ഒരു എക്സ്ട്രാ സ്പീക്കർ ഗ്രില്ലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പക്ക സെയിം ആണ് ഡിസൈനിൽ വരുന്നത്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഡിസ്പ്ലേ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ 120 ഹെർട്സിന്റെയാണ്. HDR10+ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകത്ത് O1 അൾട്രാ വിഷൻ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറച്ചും കൂടി കളർ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതിന്റെ സെറ്റിംഗ്സിൽ ഡിസ്പ്ലേയുടെ ഭാഗത്ത് അത് കാണാം. നിങ്ങൾക്ക് അതൊക്കെ എനേബിൾ ചെയ്ത് വെച്ചാൽ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോകാം. ഈ ഒരു ഡിസ്പ്ലേയിൽ ഒരു ഇഷ്യൂസും ഇതിന്റെ വ്യൂവിംഗ് ആംഗിൾസിലോ കാര്യങ്ങളിലോ ഒന്നും കണ്ടില്ല. ഓപ്പോയുടെ ഫോണുകൾ ഈ മേഖലയിലൊക്കെ എപ്പോഴും നല്ല നിലവാരം പുലർത്താറുണ്ട്. അതുകൊണ്ട് അവിടെയൊന്നും പ്രത്യേകിച്ച് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടിയും വരാറില്ല. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനും ഉണ്ട്. സോ നെറ്റ്ഫ്ലിക്സ്, ആമസോണിൽ നിന്നൊക്കെ ഫുൾ HDയിൽ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. ടോട്ടലി നല്ല ഒരു ഡിസ്പ്ലേ. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ കാണാം. ചിന്നൊക്കെ വളരെ ചെറിയ രീതിയിലാണ്. ഒരു മോഡേൺ ലുക്കിൽ തന്നെയാണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേ ഇരിക്കുന്നത്. യൂട്യൂബിൽ നിങ്ങൾക്ക് HDR തന്നെ കണ്ടന്റ് കാണാം. ഒരു പ്രശ്നവുമില്ല. അടിപൊളി ക്വാളിറ്റി. Reno8ലേക്ക് വരുമ്പോൾ പക്ഷേ വ്യത്യാസമുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കേട്ടോ, ഞാൻ സൈഡ് ബൈ സൈഡ് കാണിക്കുമ്പോൾ താഴത്തെ ചിന്ന് ഒരിത്തിരി കട്ടി കൂടുതലുണ്ട്. സെൽഫി ക്യാമറ സൈഡിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്നു. 8 Proയിലാണ് നമുക്ക് സെൻട്രൽ അലൈൻഡ് ആയ പഞ്ച് ഹോൾ ക്യാമറ വരുന്നത്. സോ ഇതാണ് അതിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുള്ള ഒരു ഡിഫറൻസ്. അതേപോലെ തന്നെ 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് 8ൽ വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട് നമുക്ക് 8 Proയിൽ. Reno8ൽ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണെന്ന് ഓർക്കണം. 8 Proയിലാണ് 6.7 ഇഞ്ച് വരുന്നത്.
ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നാൽ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് മുമ്പത്തെ പോലെ ആ വെളുപ്പിക്കൽ എന്ന വെറുപ്പിക്കൽ ഒഴിവാക്കിയിട്ടുണ്ട് അവർ. എന്തായാലും ഇതുവരെ അങ്ങനെ ഒരു വലിയ വെളുപ്പിക്കലിന്റെ ഒരു ശല്യം എനിക്ക് തോന്നിയില്ല. എന്തെങ്കിലും ഭാവിയിൽ ദിവസങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഇമേജുകൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ ഇപ്പോൾ ഇതിന്റെ ക്യാമറ സാമ്പിളുകൾ കാണിക്കാം. അതിനു മുമ്പ് ക്യാമറ സ്പെക് സോണി ക്യാമറകളാണ്. മെയിൻ ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലിന്റെ സോണി IMX 766 ആണ്. വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാ പിക്സലിന്റെ സോണി IMX 355 ആണ്. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിന്റെ സോണി IMX 709 ആണ്. മാക്രോ ക്യാമറ 2 MP കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിന്റെ അതേത് ബ്രാൻഡ് ആണെന്നൊന്നും അറിയാൻ പാടില്ല. ഇരിക്കട്ടെ എന്ന് വെച്ച് കൊടുത്തതായിരിക്കും. റിസൾട്ടുകൾ കണ്ടു നോക്കും. ഇങ്ങനെയാണ് ഇതിന്റെ മെയിൻ ക്യാമറ ഇമേജുകൾ വരുന്നത്. ക്ലൗഡി സിറ്റുവേഷൻ ആണ്, വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ ഉള്ള ഒരു നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് ഈ രീതിയിലുള്ള മികച്ച ഇമേജുകൾ കിട്ടുന്നു. സെൽഫി ക്യാമറയും നിങ്ങൾക്ക് കാണാം, നല്ല ക്വാളിറ്റി തന്നെ. വീഡിയോ ക്യാമറയിലേക്ക് വന്നാലുള്ള ഒരു സ്റ്റെബിലൈസേഷനും അതേപോലെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കാണാം. പതിയെ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ എക്സ്പോഷർ ചേഞ്ച് ഒന്നും വലിയ ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലില്ല. വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഡേ ലൈറ്റിൽ ഒരു ഇഷ്യൂവും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇനി ഈ ഫോണിന്റെ മൊത്തം ക്യാമറ സെറ്റപ്പിലും എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ കാര്യം ഇതിന്റെ സെൽഫി ക്യാമറയുടെ വീഡിയോയുടെ ഭാഗത്താണ്. വീഡിയോ കാണാൻ വലിയ കുഴപ്പമില്ല. EIS ആണ് ഇതിനകത്ത് ഉള്ളതെന്ന് അവർ പറയുന്നത്. നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു തരത്തിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഇത് ഈ ഫോണിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളും മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനല്ലോ, അതെങ്ങനെയുണ്ടാവും കണ്ടു നോക്കൂ. ഞാനൊരു സൂപ്പർ മാർക്കറ്റിനകത്ത് ചെറിയ അരണ്ട ലൈറ്റിലാണ്, വല്ലാണ്ട് ലൈറ്റ് ഇല്ല ഇവിടെ, ഒരു മീഡിയം ലൈറ്റേ ഉള്ളൂ. ആ ലൈറ്റിൽ ഞാൻ എടുക്കുന്ന ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണാം. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയ ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോർട്രേറ്റും എടുക്കാം. ഈ പറഞ്ഞ ആവറേജ് ലൈറ്റിംഗ് കണ്ടീഷനിൽ ഞാൻ എടുത്ത പോർട്രേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും മനോഹരമായിട്ടുണ്ട്. ഇമേജുകളും കാണാം. സോ ഓവറോൾ ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല റിസൾട്ടാണ് തരുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും ഇവിടെ വലിച്ചു വരെ പറയുന്നില്ല. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഇമേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ ഒരു നാച്ചുറൽ ടോണും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണമായിട്ട് ഇവർ പറയുന്നത് മാരി സിലിക്കോൺ എക്സ് ഇമേജിംഗ് NPU ആണെന്നാണ് പറയുന്നത്. സോ എന്തായാലും റിസൾട്ട് ഈ രീതിയിലാണ്. നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. Reno 8ലും ഏറെക്കുറെ സിമിലർ ആയ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ചില സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും Reno 8ലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഓവറോൾ ക്വാളിറ്റി 8ഉം തരുന്നുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ MediaTekന്റെ Dimensity 8100 എന്ന പ്രോസസ്സറാണ്. 8100 മാക്സ് 8 GB റാം, 12 GB റാം, പിന്നെ 256 GB സ്റ്റോറേജ്. ആൻഡ്രോയിഡ് 12ലാണ് വർക്ക് ചെയ്യുന്നത്. ColorOS 12.1 ആണ് വരുന്നത്. സോ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ മൂവ് ചെയ്താലും ഒരു ഇഷ്യൂ ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് പക്കയാണ്. നോർമൽ യൂസിൽ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. പോരായ്മയായിട്ട് നമ്മൾ പതിവായിട്ട് വരുടെ ഫോണുകളിൽ പറയാറുള്ള ഒരു കാര്യം ഇവിടെ തീർച്ചയായിട്ടും പറയാം. ബ്ലോട്ട്വയേഴ്സ് കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടെങ്കിൽ കുറേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നുള്ളത് കൊണ്ട് അതൊരു വലിയ പോരായ്മയായിട്ട് ഞാൻ എടുക്കുന്നുമില്ല. ഗെയിമിങ്ങിലേക്ക് വന്നാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ 90 FPS BGMI കളിക്കാം എന്നുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് ആണ്. ഓപ്പോയും ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം 90 FPS നമ്മൾ കളിക്കുമ്പോഴും പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. സോ നിങ്ങൾ Reno 8 Pro എടുക്കുകയാണെങ്കിൽ നല്ല ക്യാമറയും നല്ല ഡിസൈനും കംഫർട്ടും മാത്രമല്ല 90 FPS BGMIയും കളിക്കാൻ പറ്റും. ഗെയിമിംഗ് പെർഫോമൻസും കൊള്ളാം. ഓവർ ഹീറ്റിംഗ് വരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കട്ടിംഗ് എഡ്ജ് ഗ്രാഫൈൻ ഫിലിം എന്ന് പറയുന്നു. അതേപോലെ സൂപ്പർ ലാർജ് ഏരിയ വേപ്പർ ചേമ്പർ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു. സോ ടോട്ടലി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓവറോൾ ഇതിന്റെ ഹീറ്റ് കൺട്രോൾ ആയിട്ടുണ്ട്. സോ അവർ പറഞ്ഞിട്ടുള്ള ടെക്നോളജികൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. സോ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസും സിസ്റ്റം പെർഫോമൻസും നന്നായിട്ടുണ്ട്. ഒരു ഇഷ്യൂ നമുക്ക് ഇതുവരെ ഫേസ് ചെയ്തില്ല. നന്നായിട്ട് ഗെയിമും കളിച്ചു. Reno 8ലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ വരുമ്പോൾ Dimensity 1300 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ അവിടെ അതിൻ്റെതായ ഒരു പെർഫോമൻസ് വ്യത്യാസം നിങ്ങൾക്ക് കാണാം. കാരണം അത് കുറഞ്ഞ വേരിയന്റ് ആണല്ലോ. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണിലും സെയിം സെറ്റപ്പാണ്. ഒരു ഇഷ്യൂ ഇല്ല. 4500 mAh ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് തരുന്നുണ്ട്. ഒരു ദിവസം സുഖമായിട്ട് കടന്നു പോകാം. നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും ആ ഒരു കടന്നു പോക്ക്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് രണ്ട് ഫോണിലും വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ബോക്സിലുണ്ട്. 5G ബാൻഡുകളൊക്കെ ആവശ്യത്തിനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 10-13 5G ബാൻഡ്, 12-13 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ 5G ബാൻഡുകളുണ്ട്. അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. കരിയർ അഗ്രിഗേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് റിസപ്ഷനിലും ഒരു ഇഷ്യൂസും വന്നില്ല. പക്ക കണ്ടീഷനാണ്. എക്സ് ആക്സിസ് ലിനിയർ മോട്ടോറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് രണ്ടിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നല്ല കാര്യം. പെർഫോമൻസിലും യാതൊരു ലാഗും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ് അൺലോക്കും പക്ക കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിന്റിന്റെ കാര്യം പറയുമ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് വരുന്ന നല്ലൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിന്റെ ഫോൺ ഓഫ് ചെയ്യണമെങ്കിലും സെക്യൂരിറ്റി പാസ്വേഡ് വേണം എന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിൽ എനേബിൾ ചെയ്യാൻ പറ്റും.
അത് എനേബിൾ ചെയ്താൽ പിന്നെ പവർ ഓഫ് ചെയ്യുമ്പോൾ ഇതുപോലെ വെരിഫൈ എന്ന് വരും. അതായത് ഫിംഗർ പ്രിൻറ്റോ ഫേസ് അൺലോക്കോ വെച്ച് നമ്മൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഗുണം എന്താ? ഫോൺ വേറൊരാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയാലും അവനത് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവനെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്ത് പിടിക്കാം. നമ്മുടെ ഫൈൻഡ് മൈ ഫോൺ എന്നുള്ളത് ഓൺ ആണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം. കാരണം അവന് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വേണം, അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് വേണം, നമ്മുടെ വെരിഫിക്കേഷൻ വേണം. സോ ഒരു നല്ല സെക്യൂരിറ്റി സംവിധാനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് കൂടാതെ ആപ്പ് ലോക്ക്, ഹൈഡ് ആപ്പ്, പ്രൈവറ്റ് സേഫ്, സിസ്റ്റം ക്ലോണർ അങ്ങനെയുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാ ഫീച്ചറുകളും കുത്തി നിറച്ചിട്ടാണ് OPPO ഈ ഒരു ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒമോജി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആ ഒരു ഒമോജി മനസ്സിലായില്ലേ, ഈ കാണുന്ന കാർട്ടൂണിഷ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ആൻറ്റി പീപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ, അതായത് ആരെങ്കിലും സൈഡിൽ കൂടെ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്നെ ആൾ നോക്കുന്നുണ്ട് കേട്ടോ, ഒളിച്ച് നോക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രൈവസി ഫീച്ചറാണ്. പിന്നെ മൾട്ടി സ്ക്രീൻ കണക്ട് പോലുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൾട്ടി സ്ക്രീൻ കണക്ട് പോലുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ ചേഞ്ച് കൂടിയുണ്ട്, എയർ ജസ്റ്ററുകൾ. അതായത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ യൂട്യൂബ് കാണുകയാണ്, നമുക്ക് അടുത്ത വീഡിയോ അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഫോൺ അകലെ വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഫോണിൽ പോയി തൊട്ട് നീക്കേണ്ട ആവശ്യമില്ല. അകലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് മുകളിലേക്ക് കാണിച്ചാൽ മുകളിലേക്ക് സ്ക്രോൾ ആവും, താഴേക്ക് കാണിച്ചാൽ താഴേക്ക് സ്ക്രോൾ ആവും. പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിർത്തണമെങ്കിലോ ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അകലെ ഇരുന്നുകൊണ്ട് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഫോണിൽ വീഡിയോ പോസ് ആവും. നിങ്ങൾക്ക് ഇവിടെ ഡെമോ കാണാം. സോ ഈ രീതിയിൽ എയർ ജസ്റ്ററുകളും ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല രസകരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സംഭവം? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഫൈനലി ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ മേഖലകളിലും എനിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും തോന്നാത്തത് കൊണ്ട് തന്നെ, നല്ല രീതിയിലുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ഫോൺ എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, ഇത് OPPO ഫോണുകളാണ്, ഓഫ്ലൈൻ ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ വില സ്വല്പം ഇതിൻ്റെ സ്പെക്കിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതായത് ഓൺലൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കൂടുതലായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കുന്ന കാശിന് മുതലല്ല എന്നൊരു ചിന്ത വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരിക്കും. അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. പക്ഷേ ഓഫ്ലൈൻ ഫോണുകളെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഇത് ഓഫ്ലൈൻ ഫോണാണെന്നുള്ളത്. അതുകൊണ്ട് വില കൂടുമെന്നും നമുക്ക് മനസ്സിലാക്കാം. സോ ഇതിൻ്റെ വില ഇപ്പോഴേക്കും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ഞാനതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 30-40 ആ ഒരു റേഞ്ചുള്ള വില നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, പർച്ചേസ് ലിങ്കും കൊടുക്കാം. ഒരു ഓഫ്ലൈൻ ഫോൺ, ഒരു OPPO ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. റിവ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അവസ്ഥ. ടോട്ടൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമറയൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. പിന്നെ കഴിഞ്ഞില്ല, ഒരു ഐറ്റം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു OPPO Engo X2. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി ഇയർബഡാണ്. നല്ല ക്വാളിറ്റി എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം, കാരണം നന്നായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സ് ഒക്കെ കാണാം. നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ബിൽറ്റ് കൊടുത്തിട്ടുണ്ട് അവർ. OPPO ഇത്തിരി പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് ഈ സംഭവം. എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴും ഒരു നല്ല പ്രീമിയം സംഭവം എടുത്ത് ചെവിയിൽ വെക്കുന്ന അതേ ഫീൽ ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അത്യാവശ്യം നല്ല ബേസിൽ, നല്ല ക്ലാരിറ്റിയിൽ ഡീസൻ്റ് ആയിട്ട് പാട്ട് കേൾക്കാം. ഒരു ഇഷ്യൂ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. കോൾ ചെയ്യുമ്പോഴുള്ള ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി ആയാലും ഓവറോൾ എല്ലാം തന്നെയും നന്നായിട്ടുണ്ട് ഈ ഇയർബഡിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല ഇയർബഡ് വേണം, അത് ഓപ്പോയുടെ ആയിക്കോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ OPPO Engo X2 തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഐറ്റമാണ്. ബ്ലൂടൂത്ത് 5.2 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റിയിലും വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ബാറ്ററി ലൈഫൊക്കെ 3-4 മണിക്കൂറൊക്കെ എന്തായാലും കിട്ടും. ഞാൻ 2-3 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു, ഒന്നും സംഭവിച്ചില്ല. ബാറ്ററി ലൈഫൊക്കെ ഇഷ്ടം പോലെയുണ്ട്. സോ ഒരു 4-5 മണിക്കൂർ വരെയൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ ബാറ്ററിയും ഇഷ്യൂ ഇല്ല, കംഫർട്ടും കുഴപ്പമില്ല, ഓഡിയോയും ബേസും ഒക്കെ അടിപൊളി. ടോട്ടലി വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. വില എനിക്കറിയില്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യുക. OPPO ഇയർബഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പരിഗണിച്ചോളൂ, നന്നായിട്ടുണ്ട്. സോ ടോട്ടലി OPPO ഫോണുകളുടെയും അതേപോലെ തന്നെ ഈ ഒരു ഇയർബഡിൻ്റെയും ഒക്കെ റിവ്യൂ ഇങ്ങനെയാണ്. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ എക്സ്പീരിയൻസിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്റ്റാ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അറിയിക്കാതെ വിടില്ല ഞാൻ. കൃത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്താൽ ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.